ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൊട്ടിയം ഡ്രീംസ് മാളിലോട്ടുള്ളൊരു യാത്രയാണ് കാണിക്കുന്നത്. ഞാൻ അപ്രതീക്ഷിതമായാണ് ഡ്രീംസ് മാളിൽ പോകുന്നത്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാറിൽ എല്ലാവരും ഉണ്ട് വീട്ടിലെ. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ കൊട്ടിയം ഡ്രീംസ് മാളിലോട്ട് പോവുകയാണ്. അങ്ങനെ ആ പോകുന്ന യാത്രയാണ് ഞങ്ങൾ. പുതിയതായിട്ട് കൊട്ടിയത്ത് ലുലുവിൻ്റെ ഡെയിലി എന്നൊരു കട തുടങ്ങിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഞങ്ങൾ. ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു, ചേട്ടൻ പുറത്താണ്, ബ്രദർ. ഇപ്പം ഈ വീഡിയോയുടെ സമയത്ത് ചേട്ടൻ തിരിച്ച് പോയിട്ടുണ്ട്. അപ്പം ആ കഴിഞ്ഞ സാറ്റർഡേ ആണ് ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് സൺഡേ അല്ലേ, അപ്പം ചേട്ടൻ തിരിച്ച് പോയി കഴിഞ്ഞു പുറത്ത്. അപ്പം നമ്മളങ്ങനെ ഞാൻ അപ്രതീക്ഷിതമായി പോവുകയാണ്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഞാൻ അവിടെ എന്നെ വിളിക്കാൻ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ യാത്ര കുട്ടിയം ഡ്രീംസ് മാളിലോട്ടാണെന്നുള്ളത്. കുറച്ച് റോഡൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. അത് കൊട്ടിയം റോഡ് എല്ലാവർക്കും അറിയില്ല, ഓൾമോസ്റ്റ് അവിടെ പണി നടക്കുവാണ്, അതിൻ്റെതായ തിരക്കുണ്ട്. പിന്നെ ഡ്രീംസ് മാളിൽ അതിലും ഭയങ്കര തിരക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും വെക്കേഷൻ സ്റ്റാർട്ടായി. പിന്നെ സാറ്റർഡേ ആണ്, പിന്നെ ഇത് തുടങ്ങിയ പുതിയ ഷോപ്പല്ലേ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി എൻ്റെ ഒരു കസിൻ്റെ മോനെ കാണുന്നുണ്ട്. അവനും അപ്രതീക്ഷിതമായിരുന്നു, ഞങ്ങൾക്കും അപ്രതീക്ഷിതമായിരുന്നു. അവിടെ വെച്ച് കണ്ടപ്പോഴാണ് അവൻ എന്തെന്ന് നമ്മൾ അവിടെ ചോദിച്ചത്. അവിടെ എന്ത് ചോദിക്കാൻ നമുക്ക് റൈറ്റില്ല, കാരണം അവന് കട കാണാൻ വന്നതാണ്. പക്ഷെ ഞങ്ങൾ മീറ്റ് ചെയ്ത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. എൻ്റെ ചേച്ചിയുടെ മോനാണ് അവൻ. പിന്നെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കാന്ന് വെച്ചാൽ ഭയങ്കര ക്രൗഡായിരുന്നു. നമുക്ക് ഒന്നും വലുതായിട്ട് കാണാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അതുപോലെ തിരക്കായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രീംസ് മാളിൽ കാണാൻ. ഭയങ്കര ലൈറ്റിങ്, ക്രിസ്മസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര സൂപ്പറായിരുന്നു. ലൈറ്റ് ആയാലും അവിടുത്തെ ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു. ക്രിസ്മസ് പപ്പായ ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ക്രിസ്മസുമായി റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ലൈറ്റിങ് സൂപ്പറായിരുന്നു. അതിന് എല്ലാം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുമായിരിക്കും. പക്ഷെ നല്ല രസമായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഭയങ്കരമായിട്ട് മ്യൂസിക്കൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ. ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ നമ്മൾ എൻട്രി ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല അറേഞ്ച്മെന്റ്സ്, നമ്മൾ വ്യൂ കാണുമ്പോഴേ നല്ല ഭംഗി തോന്നിക്കും കേട്ടോ. പിന്നെ ഇപ്പൊ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ക്രൗഡാണ്, നല്ല ക്രൗഡ്. അകം ഇതൊന്നുമല്ല, അതിലും ഭയങ്കര ക്രൗഡാണ് അതിൻ്റെ അകം. പിന്നെ എൻ്റെ അറിവിലേക്ക് 2 പാർക്കിംഗ് ഫീൽ ചെയ്യണം. കുറേ ആൾക്കാർ പുറത്ത് ഇട്ടിട്ടുണ്ട്, നമ്മളും പുറത്താണ് ഇട്ടിരുന്ന കാർ കേട്ടോ. അകത്ത് സ്ഥലം ഉണ്ടായിരുന്നില്ല. 2 പാർക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫ്ലോറിലും എന്ത് പാർക്കിംഗ് ഉണ്ട്. ഞാനത് 2 കണ്ടോളൂ. അതിനകത്ത് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനതാ കണ്ടത്. പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഏരിയ വന്നത്, നമ്മൾ പിന്നെ ലിഫ്റ്റിൽ ഭയങ്കര തിരക്ക്, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഏരിയയാണ് വന്നത്. കയറി കാണുമ്പോൾ ഉള്ള ഒരിതാണ് കേട്ടോ. ലുലു ഡെയിലിയാണിത്. അവിടെ തന്നെ തുടങ്ങുകയാണ് ഭയങ്കര തിരക്ക്. എല്ലാ സാധനങ്ങൾക്കും ഓൾമോസ്റ്റ് ഏകദേശം നല്ലൊരു ഓഫർ അവിടെ ഇട്ടിട്ടുണ്ട്. സോപ്പിനായാലും ഞാൻ കുറേ കാണിക്കുന്നുണ്ട്. എല്ലാം കാണിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അതുപോലെ വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല അതിനകത്ത്. അതുപോലെ തിരക്കായിരുന്നു. നിങ്ങൾക്കത് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പം മനസ്സിലാവും, കാരണം അതുപോലെ തിരക്കുണ്ട്. കാരണം കുറേ ഓഫറുണ്ട് ലുലുവിൻ്റെ. നമുക്ക് എല്ലാ ലുലുവിൻ്റെ എറണാകുളമായാലും തിരുവനന്തപുരത്തൊക്കെ ആയാലും കേട്ടിട്ടില്ലേ, ലുലുവിന് ഭയങ്കര ഓഫർ ആയിരിക്കില്ല. അത് അതുപോലെ പുതിയ കടയും കൂടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ഓഫർ ഇട്ടിട്ടുണ്ടായിരിക്കണം മേ ബി. ഭയങ്കര തിരക്കായിരുന്നു. എല്ലാ ബ്രാഞ്ചുകളും ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബ്രാഞ്ചുകളും അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫുഡ് കോർട്ട് താഴെ തന്നെ, മേളിൽ വിശാലമായ ഫുഡ് കോർട്ട് ഉണ്ട്, KFC ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ലുലു ഡെയിലി തന്നെ നല്ലൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അത്യാവശ്യമല്ല, ഓൾമോസ്റ്റ് എല്ലാ ഫുഡും അവിടെ ഉണ്ട്. ഞാൻ നോക്കി, ജ്യൂസ് ഐറ്റംസ് ആയാലും ഫുഡ്സ് ആയാലും എല്ലാം അവിടെ ഓൾമോസ്റ്റ് എല്ലാം ഉണ്ട്. നമ്മളെ ചക്കക്കുരു വരെ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ലുലു ഡെയിലിയിൽ. അത് ഞാൻ കണ്ട എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകളുടെ എല്ലാ പ്രോഡക്റ്റ്. അമ്മയ്ക്ക് അമ്മ അത്ഭുതപ്പെടുക. ദൈവമേ, ഇത്രയും ജനങ്ങളോന്ന് എൻ്റെ അമ്മ അത്ഭുതപ്പെടുക കേട്ടോ. ഞങ്ങളമ്മ ഇങ്ങനെ പോകാറില്ല, അതുകൊണ്ട് അമ്മയ്ക്കൊരു അത്ഭുതം. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുള്ള. നമ്മൾ പോകുമ്പോൾ നമ്മൾ വഴക്കുറയും, എന്തിനാടി എന്നും കടയിൽ പോകുന്നത് എന്ന് ചോദിക്കും ഞങ്ങളമ്മ. അപ്പോൾ അമ്മയ്ക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം. ഇത്രയും ആൾക്കാർ സാധനം വെടിക്ക് വന്ന് നിൽക്കുക. അങ്ങനെ അമ്മയ്ക്കൊരു അത്ഭുതം. പിന്നെ അവിടുത്തെ സാധനങ്ങൾ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഞെട്ടലാട്ടോ. എല്ലാം ഉണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ ബ്രാൻഡുകളും അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ ബൈ 1 get 1 ഫ്രീ ആണ്. 1 മേടിച്ചാൽ 1 ഫ്രീ കിട്ടും. അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് അവർ ഇട്ടിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങൾക്കും അവർ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഓഫറാണ്, ചുമ്മാ തുച്ഛമായ ഓഫർ എന്നല്ല, നല്ല രീതിയിൽ ഓഫർ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. എല്ലാ പ്രോഡക്റ്റും അവിടെ ഉണ്ട്. എനിക്ക് കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതുപോലെ ആൾക്കാരായിരുന്നു. അപ്പോൾ തിക്കും തിരക്കിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മോൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ക്രൗഡായിട്ടോട് വിടാനും പറ്റത്തില്ല, പിന്നെ ഇവിടെ കാണാതെ പോകും. അതുകൊണ്ട് ഞാനിങ്ങനെ എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്നാലും മോനെ എൻ്റെ അപ്പോൾ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ.
നമ്മളവിടെ കയറി എനിക്ക് തോന്നുന്നില്ല ഒന്നിനും പുറത്തോട്ട് വരണമെന്ന്. ഇലക്ട്രോണിക് സാധനങ്ങളായാലും ഗൃഹോപകരണങ്ങളായാലും കുട്ടികൾക്ക് പഠിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയാലും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളുടെ പാന്, അപ്പച്ചട്ടി, അങ്ങനെ തവകളൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ, മോപ്പ്, ചൂല്, പിന്നെ കത്രിക, പിന്നെ നമ്മൾ ഈ ഫിഷ് കട്ട് ചെയ്യുന്ന കത്രികയുണ്ട്, പിന്നെ പിച്ചാത്തി, പിച്ചാത്തി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂലേ, അതൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം. പിന്നെ മേലോട്ട് KFC ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ മുകളിലത്തെ പിന്നുള്ള നിലകളിലോട്ടൊന്നും പോയിട്ടില്ല. ലുലു ഡെയിലിയിലും പിന്നെ അതിൻ്റെ തൊട്ട് മേലുള്ള നിലയിലും പോയി മാത്രം. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങുകയോ ചെയ്തു, കാരണം അതുപോലെ ക്രൗഡായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയല്ലേ, അപ്പം എനിക്ക് അതിൻ്റെതായ കുറച്ച് ടയേർഡ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തന്നെ 6 മണി 6:15 പിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കാരണം അവിടെ പോവാൻ. പിന്നെ എല്ലാവരും സന്തോഷിച്ച് വന്നതുകൊണ്ട് ഞാനായിട്ട് അതൊരു യാത്ര മോശമാക്കണ്ടെന്ന് കരുതി എങ്കിയോ പോയേക്കാം. പിന്നെ ചേട്ടനൊന്ന് തിരിച്ചു പോകാൻ ടൈം ആയിരുന്നു. അപ്പം പിന്നെ കുറച്ചുള്ളപ്പോൾ കുറച്ചുകൂടെ സന്തോഷം. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങ് പോകാമെന്ന് കരുതിയത്. പക്ഷെ ഞാൻ സത്യത്തിൽ ശരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച്, നമ്മളൊന്ന് ഫ്രഷ് മൈൻഡോട് കൂടി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ പോയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കണ്ടോ കുറേ പാത്രങ്ങൾ കുറേ ഉണ്ട്, കുറേ കണ്ടാലും തീരാത്ത അത്ര സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഒരു ദിവസം വേണ്ടി വരും. കാരണം എനിക്ക് മേലോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല, അത്രയും സാധനങ്ങളുണ്ട് അവിടെ. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് കാണാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഇതൊന്നും എന്നെ അനുവദിച്ചില്ല മുകളിലോട്ട് പോകാനൊന്നുള്ള. കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാത്തിനും ഒരു ഓഫർ ഇട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ആ ഓഫേഴ്സ് കണ്ടിന്യൂഷൻ അങ്ങ് പോകും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. ഇനി അത് തുടക്കമായതുകൊണ്ടാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പോവാത്തവരുണ്ടെങ്കിൽ പോകണം. ഇനി കുറേ വമ്പൻ ബ്രാൻഡുകളുടെ കുറേ ഷോപ്സ് കൊല്ലത്ത് വരുന്നുണ്ടോ എന്നാണ് ഞാൻ എൻ്റെ ഒരു കേട്ടറിവ്. അതിൽ ഇത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ സൂപ്പറായിരിക്കും, നിങ്ങൾ പോയി എന്തായാലും കാണും.